ബോസേ ഇജ്ജൊന്ന് അടങ്ങ്, ഓള് വരും. ഇജ്ജ് എന്തിനാണ് കിടന്ന് പഠിക്കണത്? അത് ഇജ്ജ് നല്ല ആലോചിക്കണം. എൻ്റെ പെരയിലെ കാര്യം കണക്ക് അറിയാലോ. എൻ്റെ ഉപ്പ ഇക്കാക്ക അവർ വെറുതെ ഇരിക്കൂല. അനക്കൊല്ലേ പോയിക്കങ്ങായി. അതല്ല ബോസേ, ഇതെൻ്റെ ഉമ്മാനോട് പറഞ്ഞിരിക്കണം. ഉമ്മാനോട് പറഞ്ഞു. മുറി തുറന്നു വന്ന വണ്ടിയുടെ ചാവി എടുത്തന്ന ഉമ്മ. ഉമ്മ എന്ത് ചെയ്യാനാണ്ട, എല്ലാം തീരുമാനിക്കുന്ന ഉപ്പയും ഒക്കെ അല്ലേ. എന്നത്തേം പോലെ ഒരുപാട് കരഞ്ഞു. തൻ്റെ കിസ്മത്ത് പോലെ വരുമെന്ന് പറഞ്ഞു. ഇത് വണ്ടി കയറി കാര്യങ്ങൾ പറയാം. പറഞ്ഞാലേ വണ്ടി കയറും. വാ വേഗം കയറി നിങ്ങൾ. ശരി, വണ്ടി എടുക്കും. അമ്പലക്കുളം പയ്യാട്ടാ പോകുന്നത്. കാര്യങ്ങളൊക്കെ കുഴപ്പമായി. ഇക്കൻ പാപ്പൻ 3 ദിവസമായിട്ട് മുറി പൂട്ടിട്ടിക്കണേ. 21 വയസ്സായി. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ കാര്യം അറിയാലോ എനിക്ക്. ഏട്ടനറിഞ്ഞ ആകെ പ്രശ്നമാവും. എൻ്റെ വീട്ടിലില്ല പ്രശ്നങ്ങൾ. സൈനുവിൻ്റെ പരിചയത്തിലൊരു പോലീസുണ്ട്. എടാ മധു സാറിനല്ലേ പേര്? മധു സാർ. ഈ മധു സാറ് അവിടെ സ്റ്റേഷനിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും. ബാക്കി പിന്നെ മൂപ്പര് റെഡി ആയിക്കോളും. പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? ഞാൻ എൻ്റെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല. ഈ അമ്മച്ചോട് പറഞ്ഞോ? നമ്മൾ ഒളിച്ചോടിപ്പോയി രജിസ്റ്റർ ഒന്നല്ലേ ചെയ്യുന്നത്? ആണോ? ഈ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണോ? സൈനു വണ്ടി നിർത്തിക്കാണ്. എന്ത് ഇറങ്ങിക്കോ. ഇജ്ജ് ഇറങ്ങിക്കോളാൻ. അനക്കിന് വിശ്വാസമില്ലല്ലോ അല്ലേ? ഇങ്ങ എന്ത് കളിയാണ് ഈ കളിക്കുന്നത്? ഇക്ക് സ്കൂൾ കുട്ടികൾ എടുക്കാണ്ട്. എന്തെങ്കിലും ആവശ്യം പിടിച്ചോ. ഞാൻ വിളിക്കാം. മധു സാറുണ്ടോ? മധു സാറ് ലീവാണല്ലോ. ലീവാ? ലീവാ? ഹലോ, എടാ മധു സാർ ലീവാണല്ലോ. ശരി, വാ എസ് ഐനെ കാണാം. എങ്ങട്ടാ? എസ് ഐനെ കാണാൻ. ബാക്കിയുള്ള സിനിമ വന്നിരിക്കാണല്ലോ. അവിടെ പോയിരിക്കാൻ. നമസ്കാരം, പനേൽ പോലീസ് സ്റ്റേഷൻ. സാറേ, അത് ചെയ്യാം സാർ. സാർ ട്രാഫിക് ആളെ വിട്ടിട്ടുണ്ട്. ഓക്കെ സാർ, ശരി. സാർ ഇന്നലെ 5 കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. 2 സുഖോട്ടോ കേസല്ല, 1 മദ്യപിച്ച് വാഹനം ഓടിച്ച കേസാണ്, 1 അടിപിടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാർ ഇന്ന് പൊന്നാനി MVS കോളേജിൽ SFയുടെ വിദ്യാർത്ഥി സമരമുണ്ട് സാർ. അതിന് സാറെ സ്ട്രെങ്ത് അയച്ചിട്ടുണ്ട് സാർ. സാറ് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ സാറെ പ്രതിപക്ഷത്തിൻ്റെ ധർണയുള്ള കാരണം ARന് സ്ട്രെങ്ത് വിളിച്ചിട്ടുണ്ട് സാർ. അത് എത്തിയിട്ടുണ്ട് സാർ. അത് സംഭവ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് സാർ. സാർ പറഞ്ഞ നിർദ്ദേശം ക്ലിയർ ആണ്. മറ്റു വിശേഷങ്ങളൊന്നും സാർ. ഗുഡ് മോർണിംഗ് സാർ. 33 ടൈഗർ കോളിംഗ് ഓവർ. എത്ര നേരമായി? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. സാർ മെസ്സേജ് വ്യക്തമായിട്ടില്ല, ഒന്നും കൂടി പറയാം, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. AR ക്യാമ്പിൽ നിന്നും വിളിക്കുന്നത്. ഞാൻ ഇന്നലെ വിളിക്കാൻ പറഞ്ഞല്ലേ? ഒരു മിനിറ്റ്. സമയം അറിഞ്ഞിട്ട് സർക്കാർ ജോലിക്ക് പോകാനൊന്നുമല്ലോ. അടച്ചു പറയേ. വേണ്ട, ഇനിയിപ്പോൾ നാളെ വന്നാൽ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കണ്ടേ? ശരി. സാറേ, അച്ഛൻ തന്നെ രാത്രി വിളിച്ചല്ലടാ, ഇപ്പോഴാണ് വരുന്നത്. അതിന് അവനങ്ങ് ഭയങ്കര ബിസി. നിങ്ങൾ ഉണ്ടാക്കണ വണ്ടിയും വില ഒഴിവാക്കലാണ് എന്റെ പണി. അതിന് ഞാൻ പെണ്ണ് പിടിച്ചിട്ടല്ലോ, കള്ളു പിടിച്ചിട്ടല്ലോ. ഇവിടെ എന്താടോ ഇപ്പൊ എത്തും സാർ. അപ്പാർക്ക് ജാമ്യം എടുക്കാൻ വന്നു. അധികം ചെല്ലു.
ഇത് എന്നെ മാത്രം ജാമ്യത്തിൽ ഇറക്കിയാൽ പോലെ എൻ്റെ കൂടെ വേറെ 2 പേരുടെ ഉണ്ട്, അവരെ കൂടെ ജാമ്യത്തിൽ. പിന്നെ അതിന് അവരുടെ വീട്ടിൽ നിന്ന് വേറെ ആൾ വരും, എനിക്ക് വേറെ പണിയുണ്ട്. ആ എന്നാ പിന്നെ നീ നിന്റെ പണി നോക്ക്. അല്ല പിന്നെ ഡോ അപ്പോരാ ഇങ്ങോട്ട് വന്നേ. ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ നായന്മാരല്ലേ, തനിക്ക് എന്നെ പോലെ വീട്ടിലിരുന്ന് കുടിച്ചൂടാ? അതിന് എനിക്ക് വീട് വേണ്ടേ? എല്ലാം എവൻ്റെ പേർക്കും എഴുതി കൊടുത്തില്ലേ? വിളിച്ചോണ്ട് പോടോ. അല്ല സാറേ, ഒപ്പ് കോപ്പ് വിളിച്ചോണ്ട് പോടോ. ഇനി വഴിക്ക് കണ്ടുപോരുത്. ആ വാ. അതെ എവൻ്റെ മെടുക്കൊണ്ടൊന്നും അല്ല, നായരായതുകൊണ്ടാ. വാ ഓട്ടോ സാറേ. വന്ന് വണ്ടി കയറി. നീ പോ അവിടുന്ന്, എവനെ കൊണ്ടുപോയിക്കും. അവൻ്റെ സ്നേഹം നീ ചൊരിച്ചല് നിൽക്കണമെങ്കിൽ 2 അടിച്ചാലേ പറ്റൂ. എൻ്റെ പിന്നെ ഞങ്ങളില്ല. വെള്ളം വല്ലതും കുടിക്കണം? വേണ്ട. അതെ എസ് ഐ പോയി പറഞ്ഞല്ലോ. ബോഡോ ഹേ? বর্ণ হয় আসাম আসাম সুমঙ্গল നോ ബോഡോ? মোক আগত আহি খুন্দা মাৰি দিছে জংচনক। എന്താ വാട്ട് এইটো জংচনক মোৰ চাইডত মই আহি আছো, সি আগত আহি মোক খুন্দা মাৰি দিছে। মই হৰণ বজাইছো, സി মোক മാറി দিച്ച আগത്തായി. എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഉണ്ടായതെന്താ വെച്ചാൽ ഇവൻ ആ ജംഗ്ഷനിൽ വരുന്ന സമയത്ത് 2 പയ്യന്മാര് ബൈക്കിൽ വരായിരുന്നു. ആ ജംഗ്ഷൻ വെച്ച് ഇവന്റെ ബൈക്ക് അവർ കയറിടിക്കുക. ഇവൻ അങ്ങോട്ട് കയറി নহয় মই নহয়, সি মোক আগত আহি মাৰিছে। মোৰ চাইডত মই গৈছো, সি মই হৰণ বজাইছো, সি আগত আহি মোক মাৰি দিছে। ഒരു കാര്യം ചെയ്യ്, ഇവനെ പുറത്തോണ്ട് ഇരുത്ത്. Go outside. ছাৰ মই খুন্দা মাৰা নাই, সি মোক আগত আহি মাৰিছে। പുറത്തോണ്ട് ഇരി. Go, go, go. Go. মই মাৰা নাই খুন্দা। അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്കടാ. ഞാനും ജുബൈദും കൂടെ വണ്ടി ഓടിച്ചു കേട്ടിനെ വിളിച്ചിട്ടുണ്ട്. ആ ഷഫീഖേ, എന്താ കാര്യം? ജുബൈദയുടെ ഒന്ന് പറഞ്ഞു. ജുബൈദ് അവിടെ ഉണ്ട്. ഞാനും ജുബൈദും കൂടെ വണ്ടി ഓടിച്ചു. എസ് ഐ വന്നിട്ടില്ലടോ, ഞാൻ വിളിക്കാം. അത് 13ാമത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഉണ്ട്. ഓ ഞാൻ ആളെ വിടാം. സാറേ എസ് ഐ സാർ എപ്പോഴാ വരുമോ? എസ് ഐ സാറ് വരാറുണ്ട്. അവിടെ ഇരിക്കും. നായർ സാർ. കേട്ടിട്ടുണ്ടോ ഒന്ന്? എന്താ ഈ പ്രശ്നം? അതെ, 2 ചെക്കന്മാര് ഇപ്പൊ വേണ്ടപ്പെട്ട കുട്ടികളാ. ഓരിങ്ങനെ ബൈക്കിന് വരുമ്പോ ഒരു ബംഗാളി ഇങ്ങോട്ട് വരികയാണ്. ശരിക്കും സാറിനോട് പറഞ്ഞു കൊടുക്കുക. എന്തുണ്ട്? അതെ സാർ, ഞങ്ങൾ രണ്ടാം കുറ്റം এই দুজন আছে মুলক বাইক খুন্দা মারিছে। মই মারা নাই খুন্দা। അവിടെ ചെന്നിരിക്കടാ. പറയും സാറേ, ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു സാർ. ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. എവിടെ വെച്ചിട്ടത്? ചെമ്പ്രോട്ട ജംഗ്ഷനിൽ വെച്ചിട്ട്. സാർ মই মারা নাই, আগত দিও খুন্দা মারিছে মোক। মই മാറാ নাই খুন্দা. സാർ എത്ര നേരെ സാറേ ഞങ്ങൾ വന്നിട്ട്? ഞങ്ങൾക്ക് ശേഷം വന്നവരും പോയി കണ്ടല്ലോ. സമയമുണ്ട്, വിളിക്കാം. അവിടെ പോരിക്കേ. എന്ത് സമയമുണ്ടെന്നാണ് വിളിക്കാന്നല്ലേ പറഞ്ഞത്? എന്താണ് ബഹളം? സാറേ ആരാണോ അത്? സമയമില്ലാത്തൊരാൾ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ? അവനകത്തേക്ക് വിട്. സാറേ സാർ, എന്താടോ? ഒരു പരാതി ഉണ്ട്. അഴിച്ചാടോ? സാർ സാർ ഇതാ. ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാം. എന്താ നിന്റെ പേര്? ഇർഫാൻ. നിന്റെയാ? അനിത. നിനക്ക് എത്ര വയസ്സായി? 23. നിനക്കോ? 28. ആഹാ, 5 വയസ്സിന് മൂപ്പുണ്ടല്ലേ? ഞാൻ തുറന്നു വയ്ക്കുന്നുമുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഇത് എത്ര നാളത്തെ സെറ്റപ്പാ? അല്ല സാറേ, ഇക്കോളെ ഇഷ്ടമാണ്. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആഹാ. സാർ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാർ, എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ് ഇതിനോട്. അപ്പോൾ എങ്ങനെയാലും സാറ് ഞങ്ങളെ സഹായിക്കണം. എൻ്റെ ജോലി എന്താ? ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയ പെണ്ണിനെ കൊണ്ട്? അല്ല സാർ, എനിക്ക് ഈ ബൈക്കിൻ്റെ മോഷണം? അല്ല സാർ,
ഈ കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നെല്ലാം വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഓൾട്രേഷൻ ചെയ്ത് എന്നിട്ട് കൂട്ടുകാരനോട് നടത്തുന്നൊരു ബിസിനസ് ഉണ്ട്. അപ്പം നീയൊക്കെയാണ് ഈ പടപടാന്ന് പൊട്ടുന്ന ബൈക്കിൻ്റെ ആളല്ലേ? നിന്നെ ഞാൻ നോക്കി നടക്കായിരുന്നു. നിനക്കുള്ള പടം ഞാൻ തരാം. നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ? റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം ബ്ലോക്കിലെ SC പ്രൊമോട്ടറാ. നീ എസ് അതെ. നീ മുസ്ലിം, മിശ്ര വിവാഹം, സർക്കാരിൽ നിന്ന് തന്നെ സഹായം കിട്ടുമല്ലോ. അതൊരു വരുമാനമാണ്. സാർ, എന്താടോ? ആ കസേര ശരിയാക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. അവൻ ഇങ്ങോട്ട് വിട്. ശരി സാർ. സാർ, എന്നെ വീട്ടിൽ ആളാഴ്ച വിളിക്കണോ അല്ലേ? ഒരാഴ്ചയിൽ പരിപാടി തുടങ്ങിയിട്ട്. സാറേ, ഞാൻ നാട്ടിൽ പോയിരുന്നു. കെട്ടിയോളും കുട്ടികളെ കണ്ടിട്ട് കുറേ ദിവസമായി. നാട് വീട് എന്താ പ്രശ്നം? കസേര എന്നാക്കാ. എനിക്ക് ഞാനോ? നന്നാക്കട്ടെ സാർ. ആ, നീ ഇരിക്ക്. നിങ്ങൾ യാത്രകൾ പോകാറുണ്ടോ? ടൂറ്, ട്രിപ്പൊന്നും പോകാറില്ല? യാത്രകളെല്ലാം പോകേണ്ടത്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണാം, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെയല്ല എൻ്റെ ഒരു സ്റ്റൈല്. എസ്സിൽ നീ ഏതാ? എനിക്ക് ജാതിയൊന്നുമില്ലേ? അല്ല സർ, ജാതിയൊന്നും നോക്കിയിട്ടല്ല ഇഷ്ടപ്പെട്ടത്. ഓഹോ, അപ്പൊ ജാതിയൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പ്രേമം? സാർ, എൻ്റെ വീട്ടിൽ അനിതയുടെ ജാതി നേസം പ്രശ്നം. സാർ ഞങ്ങളെ സഹായിക്കണം. ഇതൊന്നും നടക്കില്ല. ഈ പുതുമോടിയും പരിപാടിയൊക്കെ കഴിയുമ്പോൾ രണ്ടും രണ്ട് വഴിക്കാവും. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കും. സമയം എടുത്ത് ആലോചിച്ചാൽ മതി. ചെല്ല് സീമ, രണ്ടിനെ കൊണ്ട് അകത്തിരുത്ത്. എടോ പോടോ. ഇതൊന്ന് ശരിയാവോ? നന്നാക്കട്ടെ. നന്നാക്കാൻ പോവാ സാർ. അതെന്താ ഇപ്പൊ പോയ കേസ്? പ്രേമം, മുടിഞ്ഞ പ്രേമം. ചെറുക്ക മുസ്ലിമും പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ്. സാറിന് ചെക്കനെ മനസ്സിലായോ? നമ്മളെ ഗലീലിന്റെ അഞ്ചനാ. ഏത് ഗലീല്? പ്ലാസ ഗലീലിന്റെ. എന്താടോ? നന്നാക്കാൻ ചെക്കൻ്റെ ബാപ്പ വലിയ പള്ളി മാലിന്യ കമ്മിറ്റീൻ്റെ സെക്രട്ടറിയാ. എല്ലാ കുടുംബത്തിലും ഉണ്ടാവില്ല സാർ ഇതുപോലെ ഒരു പൊരുത്തം കെട്ട്. സാറിതൊന്ന് വേണ്ട രീതി കൈകാര്യം ചെയ്തല്ലോ. വേണ്ടപ്പെട്ട കുടുംബം ഞാൻ വേണ്ടമാതിരി കണ്ടോളാം. ശരി. നാട് മുഴുവനും ടവർ. അന്ന് ടോന് മാത്രം റേഞ്ച് ഇല്ല. ദേവോ, മുട്ടപ്പത്തിയൊക്കെ റെഡിയല്ലേ? ഇപ്പൊ എടുക്ക സാറേ. എന്നാൽ ആദ്യം 3-1 വെള്ളച്ചായ. ഓന് വെള്ളച്ചായ. അത് മറന്നു. ഇപ്പൊ കൊണ്ട് ഈ കുടിച്ചോ. ജുബൈലേ, ഞാൻ എന്നെ വിളിച്ചതേ ഈ പ്ലാസ ഗലിയിൽ നമ്പർ പെട്ടെന്നൊന്നും കൊണ്ട് SMS ചെയ്യും. അർജന്റാണ്. ഞാൻ കുറെ നേരം എന്നെ വിളിക്കണം. എന്തായി? എന്താ പ്രശ്നം? ആ സുമംഗലിന്റെ ബൈക്ക് ഓണർ വന്നിട്ടുണ്ട്. സുമംഗലാറ? ആ ബംഗാളി പയ്യൻ. ആ, താനൊരു കാര്യം ചെയ്യും. ആ വിശാലിനോടും കേട്ടിനോടും ഇങ്ങോട്ട് പറയാനോ. എത്ര തവണ വിളിക്കണോട്? 12:30 ആകുമ്പോൾ ചമ്പ്രോട്ടത്ത്. പൈസ ചെയ്യാൻ വന്നിട്ട് വരാം. ഇരിക്കും. സാർ, ബൈക്കിൻ്റെ ഓണറാണ് സാർ. ഇവിടെ തന്നെ പൂട്ടാനുള്ള വകുപ്പുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരോട് വണ്ടിയും കൊടുത്ത് വിടുന്നത്? സാറേ, ഞാനാർക്കും വണ്ടി കൊടുത്തില്ല. പിന്നെ ഇവൻ എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് എടുത്തോണ്ട് വന്നാ സാറേ. ഭാര്യ വിളിച്ച് പറഞ്ഞപ്പോഴാണ് സാറേ ഞാൻ സംഭവം അറിയണത്.
उसका बीवी ने मुझे बाइक दिया है सीमेंट लेने के लिए झूठ बोल रहा है തന്റെ ഭാര്യ കൊടുത്താണെന്ന് പറയണു സിമെന്റ് വാങ്ങാൻ. ഭാര്യ സാറേ വീട്ടിൽ ഇഷ്ടം പോലെ സിമെന്റ് ഇരിക്കണം, ചാക്കണക്ക് ഇരിക്കണം. ഇവൻ നോണ പറയാണ് സാറേ. ഇവന്റെ പേരിൽ വണ്ടി പോച്ച- मैं चोरी नहीं किया भाई ചങ്ങായി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഈ ഒരു കാര്യം ചെയ്യ്, 2000 ഉറുപ്പ്യ നമ്മളെ ചെക്കന്മാർക്ക് കൊടുത്ത് ഇതങ്ങോട്ട് തീർത്താളാ. എന്തേ? അത് മതി. 2000 രൂപയുടെ കേസുള്ളൂ, അതങ്ങോട്ട് കൊടുത്തത് സോൾവ് ചെയ്യും. അതന്നെ സാർ 2000 രൂപ 10 ഉറുപ്പ പോലും എൻ്റെ അടുത്തില്ല സാറേ. पैसे देने से छोड़ देगा क्या പൈസ എടുക്ക് 600 रुपया സാർ ഇത് 600 രൂപയുള്ളൂ. ये बस 600 रुपये है. 2000 मेरा पास नहीं है ना और पैसे 2000. तो एक काम करो ना, दोस्त लोग है, फोन करो, पैसा दो, निकलो यहाँ से. हेलो എടോ, എടോ, വാങ്ങ്. जल्दी आप पैसा ले എടോ വാങ്ങി വിളിക്ക്. हेलो तुम्हारा फ्रेंड पुलिस स्टेशन में हाँ पैसा मनी 1400 रुपये 2000 रुपये 2000 रुपये ब्रिंग ब्रिंग अर्जेंटली ब्रिंग मैं जाके लेके സാറ് आऊँ കൂട്ടുകാരൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കേട്ടി തൽക്കാലത്തേക്ക് കേസ് സോൾവ് ആയി. ഇവന്റെ കൂട്ടുകാരൻ പൈസ കൊണ്ടുവരും, അതുപോലെ പ്രശ്നമല്ല ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ആ അപ്പോൾ ശരി. പൈസ കൊണ്ടുവരല്ലോ. ഓ മഹാറാമ്പർ പരിയടാ. झूठ बोल रहे സന്തോഷായില്ല മോനെ. അപ്പോൾ വിശാല ഒരു കാര്യം ചെയ്യും, ഇവന്റെ കൂട്ടുകാർ വന്ന് മുഴുവൻ പൈസ തരാണ്ട് ഇവനെ പുറത്തേക്ക് വിടണ്ട, ഇവൻ ഇവിടെ ഇരിക്കട്ടെ. सर झूठ बोल रहे मैं बैग चोरी नहीं किया सर निकल मैं चोरी नहीं किया ये लोग मुझे फंसा रहे हैं എന്താടോ നിന്റെയൊക്കെ കുത്തിക്കഴപ്പിന് കാവലിരിക്കുന്ന ആളുകളല്ല പോലീസ്. നമ്മുടെ താടി ഇർഫാനെ ഞാൻ വീട്ടുകാരായിട്ട് സംസാരിക്കാം. എന്തിന് സാർ വീട്ടിലേക്ക് വിളിക്കല്ലേ സാറേ? വീട്ടിൽ പ്രശ്നമുണ്ടല്ലേ സാർ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇതാരാ തീരുമാനിക്കുന്നത്, നീയാണോ ഞാനാണോ? ഞാനാണോ നീയാണോ തീരുമാനിക്കുന്നത്? അല്ല സാർ അത് ഹലോ, വീട്ടിലേക്ക് വിളിച്ചാ അജ്ഞാത ജഡമല്ലേ, അത് തള്ളി വിടറോ, അതൊഴുകി അടുത്ത സ്റ്റേഷന്റെ പരിധിയിലേക്ക് പോയിക്കോളും. ഇങ്ങനെ എല്ലാത്തിനും എന്നെ വിളിച്ച് ചോദിക്കണമെന്നില്ല. പോലീസിന് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണം, അല്ലാണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഡയലേ നമ്പർ ഡയലേ അല്ല സാർ നമ്പർ ഡയലേ അല്ല സാർ ചെയ്യടി. പൊന്നാനി പോലീസ് സ്റ്റേഷൻ SI ആണ്. നിങ്ങളെ മോൾ എവിടെയുണ്ട്? ചെറിയ പ്രശ്നത്തിലാണ്. ആ ഇപ്പൊ തന്നെ വാ. അച്ഛൻ്റെ പേര് ഷൺമുഖൻ. അമ്മ ഒരു മിനിറ്റ്. ഇല്ല ഞാൻ പോലീസ് സ്റ്റേഷനിലാ. ഇന്നിവിടെ കുറച്ച് പണിയുണ്ട്. ഉച്ചയ്ക്ക് മീനൊന്നും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങൾ എന്താ വെച്ചാൽ വാങ്ങിയിട്ട് കൂട്ടാൻ പറ്റുമോ? ആ ശരി മാ. ശരി സിയനെ കണ്ടാൽ മതി. हेलो जल्दी आ मैं कितना टाइम से उठ कर रहा हूँ इधर और कितना उठ करेगा जल्दी आ അല്ല സാർ എവിടെയാ പണി? ഏയ് എന്താ ചോദിച്ചറിയാണ്ടെന്നുണ്ട്. सर मैं जाके पैसा लेके आऊँ No, 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 no. 2000 rupees depositing here and going. Go, go, sit, sit. मैं लेके आया कब बोला Right, എന്താ സാറേ ചോദിച്ചറിയാനുള്ളത്? വാ നടക്ക്. ബുട്ട എന്തിനാ സാറേ വരാൻ പറഞ്ഞത്? എനിക്ക് ഷിയാബിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്താ സാറേ? നമ്മുടെ ഈ സ്റ്റേഷൻ വളപ്പിലെ ബൈക്ക് ഉണ്ടല്ലോ, അതിൻ്റെ എൻജിൻ ഊരിയോ ഷിയാബ്? അതാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. മോഹൻ സാർ പറഞ്ഞ് വണ്ടി ലാലത്തെ പിടിച്ചിരിക്കണെന്ന്. അതിൻ്റെ എഞ്ചിൻ ഊരിയിട്ട് മൂപ്പരെ കോട്ടേഴ്സ് കൊണ്ടുവെക്കാൻ പറഞ്ഞ് ഞാൻ ആ ഊരി കൊണ്ടുപോകുമ്പോൾ അനിൽ സാറും നമ്മളെ റഷീദ് സാറൊക്കെ കണ്ടിരുന്നു. ആണോ? ആ പക്ഷെ മോഹനം പറഞ്ഞത് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണല്ലോ. അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? എൻ്റെ ഉമ്മാണ് സത്യം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഊരിയതല്ല. അതല്ലേ? ആ വേണമെങ്കിൽ സാറ് മോഹൻ സാറിനോട് ചോദിച്ചു നോക്കി. സത്യേറ്റവും മൂപ്പർക്ക് അറിയാം. എന്താ
എന്താ സാറേ എടാ, നീ പറയണല്ലത് കാര്യങ്ങൾ ഇങ്ങനെയാണോ? സത്യമായിട്ട് ആണോടാ? സത്യമായിട്ട് ഞാനല്ല സാറേ. സാർ സി ഐ സാർ ഇവനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഷിയാബ് അവിടെ ചെന്ന് കാണാഗുണ പറയാൻ നിൽക്കരുത്. നീ കാര്യം കൂടെ സമ്മതിച്ചു, വലിയ ചാർജ് ഈടാക്കില്ല, കേസും തള്ളിപ്പോവും. അതുപോലെ എന്നെ കൊണ്ട് കഴിയൂല സാറ്, ഞാൻ സത്യം പറയും. ഇവനെ സിഐയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. നീ ആ എസ് ഐ സാർ പറഞ്ഞ പോലെ സമ്മതിക്കുക. പിന്നെ വേറെ ഇതിന് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ. ഇതൊന്നും അറിയാൻ പാടില്ല എനിക്ക്. എന്നിട്ട് പറ, പിന്നെ അങ്ങോട്ട് പോയി. ആ നിങ്ങളൊന്ന് പുറത്തിരുന്നേ. വാ. ആ ഷിയാബേ ഇരിക്കടോ. വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാം. വാ. ഇതെന്തോടോ ആദ്യമായിട്ട് സ്റ്റേഷനിൽ വരുന്ന പോലെ? താൻ ടെൻഷനാവാതെ ഇരിക്കേ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വിളിച്ചതല്ലേ ഷിയാബേ? വെള്ളം വേണം? കുടിച്ചോ? മതിയോ? എന്നിട്ട് പറയും. പടച്ചോനാണ്, എൻ്റെ ഉമ്മാണ് എന്നെ രക്ഷിക്കണം സാറേ. മോഹൻ സാറ് പറഞ്ഞത് ഞാൻ ചെയ്ത്, എനിക്ക് അത്ര ഉള്ളൂ സാറേ. ഷിയാബേ, കാര്യങ്ങളിപ്പോൾ ആ വഴിക്കല്ല പോണത്. നീ നമ്മൾ പോലീസുകാരെ സ്ഥിരം സഹായിക്കുന്ന ആളല്ലേ? ബാക്കി പോലീസ് നോക്കിക്കോളൂ. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പോരെ? നീ ഇതങ്ങോട്ട് സമ്മതിക്കടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ സാറന്മാർ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിക്കണ്, പക്ഷേ ഇത് മോഷണക്കുറ്റാണ് സാറേ. ഇതിനെന്നെ നിർബന്ധിക്കരുത്, ഞാൻ സമ്മതിക്കൂല. അപ്പോൾ കാര്യങ്ങൾ കുഴയാണല്ലോ നേരെ. ശരി, തൽക്കാലം ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരുത്. ചെല്ലു. സാറേ, ഇത് പടച്ചം പൊറുക്കാത്ത കാര്യമാണ്, ഇതിനെന്നെ നിർബന്ധിക്കരുത്, ഞാൻ സമ്മതിക്കൂല. ചെല്ലു ഷിയാബേ. അതെ, എന്തായി കാര്യം? ഇവന്റെ കാര്യം സാറേ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തത്? എന്നിട്ടിപ്പോ നമ്മളെ പെടുത്താനുള്ള പരിപാടിയാണല്ലേ സാറേ? സാറേ അടച്ചോ പൊറുക്കില്ല സാറേ നിങ്ങളോട്. ആ സാറേ, സാറേ രണ്ടാഴ്ച കടവനാണ്. അത് ഇതുവരെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പോയില്ലേ? ഇല്ല സാർ. എന്ത് കഷ്ടമാണ്. എടോ, കടവനാടേ അണ്ണാച്ചളുടെ അടുത്തുണ്ട്. താനിപ്പോ തന്നെ പോയി ഇൻക്വസ്റ്റ് നടത്തും. ഓക്കെ? അവളോട് ചൂടാവണ്ട. അത് നമ്മളെ ഇർഫാനല്ലേ? ചന്ദന ഇങ്ങനെ ഒരു കടുങ്കൈ കാണിച്ച് ഇത് വലിയ പ്രശ്നാവൂലേ? എന്താ ചെയ്തിരിക്കണെന്ന് വല്ല ബോധണ്ടാ? ഞാൻ പറയണൊക്കെ കേക്ക്. തള്ളേ, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിങ്ങൾക്കൊന്നും വേറെ പണി. ഇത് പോലീസ് സ്റ്റേഷനാ. അതിന്റെ ഒച്ച മൊഴിയൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പോയ ഇവിടെ ആണുങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. മോളെ അങ്ങാടി പഠിക്കാൻ വിട്ടപ്പോ സമാധാനമായിട്ട് പോ. റീസർച്ചും മണ്ണാൻ കട്ടി ഓ തള്ളേ ഇവിടെ പോയ മതി മതി പോയേ. പന്നി നിർത്തിക്കോണം. ഇന്നത്തോടെ നിന്റെ പ്രേമം മണ്ണം കട്ടി. കണ്ണിക്കണ്ട ഇറച്ചി മീൻ തിന്നിട്ട് എല്ലു കുത്തണ മാപ്പിളാര് കേറി നിരങ്ങാണല്ലടാ ഞങ്ങളുടെ ജാതിക്കാര്. മനസ്സിലാവും? എന്താടോ ശ്രീകാന്തേ പിടിച്ചു കൊണ്ടോ? ചന്തയാണത്. ശ്രീകാന്ത് പറഞ്ഞല്ലേ ചന്ദ്രൻ ആരാന്ന് പിടിക്കാൻ അറിയില്ല. ശ്രീകാന്ത് കുറെ നേരം പറഞ്ഞേ. মই ইয়াত কি কৰিম আৰু বহি আছো। এই ৰোড আছে নহয়, বাছ ষ্টেচন বনানি বুলি কয়। এই কাৰোবাক সুধিবি, অট'বালাক সুধিবি। ৰ মোক কৈ আছে सर এইটো पुलिस स्टेशन फुल एड्रेस पड़ा क्या सर पुलिस स्टेशन का ना फुल एड्रेस बोलिए ना उसको, मालूम नहीं है उसको। നിങ്ങളോട് കുഞ്ഞോളെ
എന്തൊക്കെയാ ഇവനെ ഇങ്ങനെ വസലാക്കണത്? എഞ്ചിനീയർ ആവാൻ പോയവനിപ്പോൾ വീട്ടിലിരുന്ന് എഞ്ചിൻ പണി എടുക്കാണ്. ഇഞ്ചു പണിക്കൊന്നും പോവില്ല. എന്നാ പിന്നെ ആ പള്ളിക്കെങ്കിലും വന്നൂടെ? നീങ്ങിന്നോളിന്ന്. ഡോക്ടർ ഗിരിജ എവിടെയാണ്? ഇതാ അവിടെ ബില്ല്. എന്തിനാ ഒറ്റയ്ക്ക് പോയത്? ഏട്ടനറിഞ്ഞാൽ ഇപ്പൊ അടുത്ത പ്രശ്നമാവും. ഞാൻ ബില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പൊ താനാണല്ലേ? താനൊക്കെ എവിടെ നോക്കിട്ട് വണ്ടി ഓടിക്കുന്നേ? ഒന്നും പറയണ്ട. പിന്നെ അശ്രദ്ധ കൊണ്ടാ. അവനാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഇതൊക്കെ ചെയ്തു തന്നത്. തള്ളേ, നിങ്ങൾക്കൊന്ന് നോക്കിയും കണ്ട് നടന്നൂടെ? അതിനെവിടെ നടക്കല്ലേ കഷ്ടം. പേരെന്താണ്? ഇർഫാൻ. വീടോ? വലിയ വെള്ളിൻ്റെ അടുത്ത്. പിന്നെ കാര്യം സംസാരിക്കാം. കാശ് ചെലവുള്ള കാര്യമാണ്. തൽക്കാലം 10,000 കൊടുക്ക്, ബാക്കി നമുക്ക് ഡീൽ ചെയ്യാം. ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. എന്തായി? ചക്ക മോടെയാണ് മോനെ. മോട് സംസാരിച്ച് താല്പര്യമില്ല, നേരിട്ട് ഡീൽ ചെയ്ത് പറഞ്ഞേ. ശരി. ഇത്രയൊക്കെ പണിയൊപ്പിച്ചിട്ട് പിന്നെ നെഞ്ഞത്ത് കയറാൻ വരെടാ പന്നി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഒരാട്ടി മുന്നോട്ട് വെച്ചാണല്ലോ കൊന്നുകളി വിട്ടാ നായേ. മനസ്സിലായി എനിക്ക്? ശ്രീകാന്തേ, നോക്കി വെച്ചോനെ. വിഷയാക്കണ്ട, നോക്കെടുക്കാം. എത്രയും പെട്ടെന്ന് ടീം മാനേജർമാർ ഗ്രൗണ്ട് ഫീ അടയ്ക്കേണ്ടതാണ്. ടീമികളുടെ ശ്രദ്ധയ്ക്ക് എന്താണ്ടാ അതന്നെ അടിച്ചോളൂ. നാളെ കാണാം. ടൂർണമെന്റിലെ അടുത്ത മത്സരം എന്തിനു മാറ്റണം? അവളുടെ പിണക്കം മാറ്റേണ്ട കാര്യം എന്താ? ഈ വീടിന്റെ ഏറ്റവും വലിയ ആത്മാഭിമാനമായിരുന്നു. ആ വിവാഹം മുടക്കിയ വർഷയെ നാളെ പോയി കണ്ടാ മതി. മിണ്ടരുത്. നീ ഇപ്പോ പുറത്തേക്ക് എങ്ങനെ പോവാന്നുള്ള വാതിൽ അന്വേഷിച്ച് നടക്കാണ്. 130. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രഷറൊക്കെ നോർമലാണ്. വളരെ ഉഷാറാണ്, ആരോഗ്യവതിയാണ്. നാളെ പോവാട്ടോ വീട്ടിലേക്ക്. മുറിവൊന്നും വേദനയില്ലല്ലോ? ആ ഓക്കെ. സിസ്റ്റർ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി.
അനക്ക് ബുദ്ധിമുട്ടായില്ലേ? ഇതാ കാപ്പി. കാപ്പി കുടിക്കോ? കാപ്പി എപ്പോഴാ വന്ന? കുറച്ചു നേരം വന്നിട്ട് ഇപ്പം അമ്മ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ചന്ദ്രേട്ടൻ കുറച്ച് കുഴപ്പക്കാരനാ. എപ്പോഴാ എന്താ പറയാന്നൊന്നും അറിയില്ല. നിങ്ങളത് ഞാനപ്പം തന്നെ പറഞ്ഞു. മോനൊന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. മാമനെ കാണാനില്ലല്ലോ അമ്മേ. എന്തെങ്കിലും തിരക്കുണ്ടാവും, ഇപ്പൊ വരും. കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ കുറച്ച് കാപ്പിയുണ്ട്. കഴിക്കാനുള്ള മരുന്ന് ഇതാ അവിടെ ഉണ്ട്. നേരെ ഒരുപാടായി. മാമൻ എവിടെ പോയി? എങ്ങനെയുണ്ട്? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ വാണിയംകുളം കച്ചവടത്തിന് പോയതാ. അത് കഴിഞ്ഞ് പെരുമ്പലാവിൽ വന്ന് രമണിയെ വീട്ടിൽ കൊണ്ടാക്കിയില്ല ഇപ്പൊ വരണേ. മാമ ഞാൻ ഇറങ്ങാം. മോൾ പോയിക്കോ. അമ്മേ ശരി. ഇറങ്ങട്ടെ, ലേറ്റ് ആയില്ലേ? ശരിയാണ്, ഞാൻ വരാം. ബസ്സുപോലെ ഞാൻ വേണേ അങ്ങോട്ടാക്കി തരാം. വേണ്ട സാറില്ല, ഞാൻ അങ്ങോട്ടാ. വാ. ഈ കവറ് അത് പിടിക്കണം. ഇത് നമ്മളെ കിളി എത്തിയ നമ്മളെ ചന്ദ്രട്ട മംഗളല്ലേ? ചന്ദ്ര അവിടെ ഈ സ്ഥലം ഏതാ നിനക്കറിയോ? അനക്കെന്താടാ വിളിച്ചടപാട്? നിന്നോട് ചോദിച്ചത് ഏതാണ് കവർ പോട്ടെ. അന്നെ വിളിച്ചു കേട്ടോടാ ഈ അല്ലാണ്ട് വെറുക്കല്ലേ? കിട്ടൂടൊക്കെ